സീതാറാം യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലാണ്. അമർ രഹേ വിളികൾക്കും റെഡ് സല്യൂട്ട് വിളികൾക്കും ഇടയിലൂടെ അദ്ദേഹം ആംബുലൻസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവസാന വഴികളിലൂടെ അവസാനമായിട്ടുള്ള പ്രിയ ഇടം, ഏറ്റവും പ്രിയ ഇടമായിരുന്ന കർമ്മമണ്ഡലമായിരുന്ന ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളാണ്. ഇനി എയിംസ് ആശുപത്രിയിലാണ് ഒടുവിലത്തെ വിശ്രമം. അവിടെ വിദ്യാർത്ഥികൾ ആ ശരീരം അതിൽ പഠനങ്ങൾക്കായി ഉപയോഗിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യവും അത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ആ മൃതദേഹം എയിംസ് ആശുപത്രിയിലെ MBBS വിദ്യാർത്ഥികൾക്കായി വിട്ടു നൽകുന്നത്. നേരത്തെ മുതിർന്ന CPM നേതാക്കൾ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ച ദൃശ്യങ്ങളാണ്. CPMൻ്റെ തലമുതിർന്ന നേതാക്കൾ ഒന്നൊന്നായി എത്തി അഭിവാദ്യങ്ങൾ നൽകുകയായിരുന്നു. ലാൽ സലാം അർപ്പിച്ച് അവർ മടങ്ങി. എന്നാൽ ഇപ്പോൾ ഒപ്പം നടന്നു നീങ്ങുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള നേതാക്കൾ. യെച്ചൂരിക്ക് യാത്രാമൊഴി നൽകുകയാണ്. അണയാത്ത ഓർമ്മകളുമായി പ്രവർത്തകർ ഒപ്പമുണ്ട്. എയിംസ് ആശുപത്രിയിലെ അനാട്ടമി വിഭാഗത്തിന് ആ മൃതദേഹം കൈമാറുമ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഒരധ്യായത്തിനാണ് വിരാമമാവുക. അടിയന്തരാവസ്ഥ കാലത്തെ പോരാളി ഇന്ദിരാഗാന്ധിയെ മുന്നിൽ നിർത്തി രാജി ആവശ്യപ്പെട്ട് പ്രസംഗിച്ച് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യ ആകെ ശ്രദ്ധ നേടിയ സീതാറാം യെച്ചൂരി CPMൻ്റെ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ തൻ്റെ മൂന്നാമത്തെ ടേം പൂർത്തിയാകാനിരിക്കുകയാണ്. മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആ മരണം സംഭവിക്കുന്നത്. ഒരുപാട് പ്രവർത്തകർ അന്തിമോപചാരം അർപ്പിച്ച് അദ്ദേഹത്തിനൊപ്പം നടന്നു നീങ്ങുന്നു. അദ്ദേഹത്തിനൊപ്പം നീങ്ങുകയാണ് എയിംസിലേക്ക്. അശോക റോഡിലേക്ക് ആ വിലാപയാത്ര എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അശോക റോഡിൽ അവിടെ വിലാപയാത്ര എത്തുന്നു. ഇനി അധികം സമയം പ്രിയ സഖാവിനൊപ്പം ഈ പ്രവർത്തകരുണ്ടാകില്ല. എയിംസ് ആശുപത്രിയിലേക്ക് CPM ജനറൽ സെക്രട്ടറിയെ കൈമാറും. മൃതദേഹം, ഭൗതികദേഹം കൈമാറും. അതിനുശേഷം അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പ്രവർത്തകർ പിരിയുകയും ചെയ്യും. VR കാർത്തിക് വിലാപയാത്ര അവസാനിക്കാറായോ? എൽദോ, വിലാപയാത്ര ഏറെക്കുറെ അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര അവസാനിക്കും. അശോക റോഡിന്റെ മറ്റൊരറ്റത്തേക്ക് കാർത്തിക് തുടർന്നോളൂ. റൈറ്റ്, ഓക്കെ. VR കാർത്തിക് ചെയ്ത് നമ്മോടൊപ്പം അന്ത്യാഭിവാദ്യം നൽകി. നേതാക്കളും പ്രവർത്തകരും ഒരേപോലെ പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും പോലും CPMൻ്റെ ജനറൽ സെക്രട്ടറിയെ പറ്റി പറയാനുണ്ടാകുമെന്നുള്ളതാണ്. കാരണം പരമാവധി ആളുകളുമായി വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി. അങ്ങനെ എല്ലാ രാഷ്ട്രീയ മുന്നണികളിലെയും പാർട്ടികളിലെയും ആളുകൾ സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ചത് വളരെ വ്യക്തിപരമായിട്ടായിരുന്നു, വൈകാരികമായിട്ടായിരുന്നു. അവർ തങ്ങളോട് പുലർത്തിയിരുന്ന വ്യക്തിബന്ധത്തെ സ്മരിച്ചുകൊണ്ടായിരുന്നു ഓരോരുത്തരുടെയും അനുസ്മരണം പോലും. അദ്ദേഹത്തിൻ്റെ മരണദിവസം അതുതന്നെയാണ് സീതാറാം യെച്ചൂരിയെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും. ആ വ്യത്യസ്തതയിൽ അദ്ദേഹം എന്നും അമർ രഹേ എന്ന് സൂചിപ്പിക്കുന്ന പോലെ മരിക്കാതെ ഇരിക്കും ഓർമ്മകളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലാണ്. അദ്ദേഹത്തിൻ്റെ യാത്ര ഇപ്പോൾ എയിംസ് ആശുപത്രിയിൽ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം, ഭൗതികദേഹം എയിംസ് ആശുപത്രിക്ക് കൈമാറുകയും ചെയ്യും. മലയാളത്തിൽ അഭിവാദ്യം അർപ്പിക്കാനായി ഒരുപാട് പ്രവർത്തകരും എത്തിയിരുന്നു. നേരത്തെ AKG ഭവനിൽ നിന്ന് ആ മൃതദേഹം, ഭൗതികദേഹം അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ എത്രയോ പേർ ചേർന്നാണ് മലയാളത്തിൽ അദ്ദേഹത്തിന് ഇല്ല മരിക്കുന്നില്ല,
പോരാട്ടത്തിൻ നാളുകളിൽ നയിച്ചവനെ ഇല്ല, മരിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യങ്ങൾ ആവർത്തിച്ച് വിളിച്ചത്. വി ആർ കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, ഒരുപാട് മലയാളികൾ അവിടെ CPM ജനറൽ സെക്രട്ടറി അവസാനമായി കാണാൻ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള മുദ്രാവാക്യങ്ങൾക്കൊപ്പം തന്നെ മലയാളത്തിലുള്ള മുദ്രാവാക്യമാണ് മറ്റൊരു ഭാഷ അവിടെ കേട്ടത്. അതാണ് കാരണം അത്രമാത്രം കേരളത്തോടും ചേർന്ന് നിന്ന ഒരു നേതാവ് കൂടിയാണ്. എവിടെയെത്തി വിലാപയാത്രയുടെ കാര്യം സംബന്ധിച്ചാദ്യം? എൽദോ, വിലാപയാത്ര അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിലാപയാത്ര പൂർണ്ണമായിരിക്കുന്നു. ഇനി നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾക്ക് ശേഷം എയിംസ് ആശുപത്രിക്ക് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വിട്ടു നൽകും. ഏതായാലും വിലാപയാത്ര അശോക റോഡിൽ അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകർ ഇപ്പോഴും ആംബുലൻസിന് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നടപടിക്രമങ്ങൾക്ക് ശേഷം ആ ആംബുലൻസ് എയിംസ് ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്യും. എന്തായാലും സീതാറാം യെച്ചൂരി ജ്വലിക്കുന്ന ഓർമ്മയായി മാറുകയാണ് നമുക്ക്. അതോടൊപ്പം തന്നെ രാജ്യത്തിന് ഒരു പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നഷ്ടമായിരിക്കുന്നു. CPM-ന് അവരുടെ ചരിത്രത്തിൽ കണ്ട ഇതുവരെ ഇത്രയേറെ കാര്യപ്രാപ്തിയുള്ള ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ പകരക്കാരനില്ലാത്ത ഒരു നേതാവിനെ CPM-നും നഷ്ടമായിരിക്കുന്നു. പ്രിയ സഖാവിനെ അവസാനമായി അശോക 14 റോഡ് വരെയും കൊണ്ടുവിടാൻ സാധാരണക്കാരായ പ്രവർത്തകരും ആ ആംബുലൻസിനൊപ്പം അണിനിരന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിവിധ മേഖലയിലുള്ളവർ, സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ളവർ, പലരും പ്രായാധിക്യമുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുണ്ട്, യുവാക്കളുണ്ട്. ഇത്തരത്തിൽ പ്രായഭേദമന്യേ സീതാറാം യെച്ചൂരി എത്രത്തോളം സ്വീകാര്യനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലും പ്രകടമാക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹത്തെ അനുഗമിച്ച് പ്രവർത്തകർ അശോക 14 റോഡ് തീരുന്നതുവരെയും ഉണ്ടായിരുന്നു. അതും സീനിയർ നേതാക്കളടക്കമുള്ളവർ, അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് പ്രകാശ് കാരാട്ട, ബൃന്ദ കാരാട്ട, അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ മലയാളികൾ കൂടിയായ വിജയരാഘവൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരും ഈ വിലാപയാത്രയെ അനുഗമിച്ച് ഏറ്റവും ഒടുവിൽ കാൽനടയായി ഈ ആംബുലൻസിനൊപ്പം ഇത്രയും ദൂരം നടന്ന് നീങ്ങി എന്നതാണ് ശ്രദ്ധേയം. ഈ വിലാപയാത്രയിൽ ഉടനീളവും റോഡിന് ഇരുവശവും പ്രിയ നേതാവിന് അഭിവാദ്യം അർപ്പിക്കുന്ന ജനങ്ങളെ കാണാമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിലാപയാത്രയിൽ ഒപ്പം ചേർന്ന വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളുമായി അദ്ദേഹത്തിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. എത്രത്തോളം സീതാറാം യെച്ചൂരി ഓർമ്മയാകുമ്പോൾ അത് എത്രത്തോളം തീരാ നഷ്ടമാണ് അവർക്ക് സൃഷ്ടിക്കുന്നത് പല തലങ്ങളിൽ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ വളരെ വൈകാരികമായ കണ്ടമിടറിയുള്ള മുദ്രാവാക്യങ്ങൾ ആണ് അവസാന നിമിഷവും ഈ വിലാപയാത്രയിൽ കാണാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഓഗസ്റ്റ് 19 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. തുടർന്ന് ആരോഗ്യനില വഷളാകുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം അന്തരിക്കുന്നു. ഒരുപക്ഷെ 72-കാരനായ സീതാറാം യെച്ചൂരിക്ക് പകരം ഇനി ആര് സെക്രട്ടറിയായി എത്തും എന്നതുപോലും CPM-നെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം അത്രത്തോളം ഫ്ലെക്സിബിളായ ഒരു നേതാവിനെയാണ് നഷ്ടമാകുന്നത്. പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും സ്വീകാര്യനായ ഒരു നേതാവായി മാറാൻ സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നയപരമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ കൂടിയും മതേതരത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാട്, പ്രത്യേകിച്ച് കോൺഗ്രസുമായുള്ള CPM-ൻ്റെ അടുപ്പത്തിൽ പല വിമർശനങ്ങളും അദ്ദേഹം പല ഘട്ടങ്ങളിലും കേട്ടിരുന്നു. എങ്കിൽ കൂടിയും രാജ്യം എത്രത്തോളം ഇത്തരത്തിൽ മതനിരപേക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും അതിൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുമൊക്കെ പല ഘട്ടങ്ങളിലും തൻ്റെ നിലപാട് കൊണ്ട് വ്യക്തമാക്കിയ ഒരു നേതാവ്. ആ വിശാലമായ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം അവിടെ എത്തിയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും എന്താണ് ഏറ്റവും ശ്രദ്ധേയം. കനിമൊഴി അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച ശേഷം പുറത്തിറങ്ങി പറഞ്ഞത് താൻ ആദ്യമായി പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് പാർലമെൻ്ററി പ്രൊസീഡിങ്സ് എന്ന് പരിചയപ്പെടുത്തി തന്ന ഒരു അധ്യാപകനായിരുന്നു സീതാറാം യെച്ചൂരി. അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും പല സംശയങ്ങൾക്കും സംശയങ്ങൾ ദൂരീകരിക്കാൻ കനിമൊഴി എത്തുന്നത് പ്രകാശ് കാരാട്ടിൻ്റെ സീതാറാം യെച്ചൂരിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെയും ഒക്കെ അടുത്താണ് എന്നും പറയുകയുണ്ടായി. അത്തരത്തിൽ അവരുടെ രാഷ്ട്രീയ ഭേദമന്യേ നിലപാടുകൾ അറിയാനും അഭിപ്രായങ്ങൾ ആരായാനും പല ഘട്ടങ്ങളിലും പ്രതിസന്ധികളിൽ പെടുമ്പോൾ അത് അഭിപ്രായം ചോദിച്ചു മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമൊക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയ വീക്ഷണങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റേത് കൃത്യമായിരുന്നു എന്നത് വ്യക്തമാണ്. സാധാരണക്കാർ മുതൽ
ഏറ്റവും പരിചയസമ്പന്നനായ അക്കാഡമിഷ്യൻ വരെയുള്ളവർക്കും അദ്ദേഹം ഒരു എൻസൈക്ലോപീഡിയ ആയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏത് വിവരങ്ങൾക്കും അദ്ദേഹത്തെ സമീപിക്കാം. അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് ആ അറിവ് പകർന്നു നൽകാൻ അദ്ദേഹത്തിന് വിഷമമില്ല. വളരെ ഫ്ലെക്സിബിളായ ഒരു നേതാവ്. അതോടൊപ്പം തന്നെ കാർക്കശ്യമില്ലാത്ത ചിരിക്കുന്ന മുഖം. എപ്പോഴും ഒരു ചാർമിനാർ സിഗരറ്റ് വലിച്ച് പുക ഊതിവിട്ട് ലാഘവത്തോടെ സംസാരിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ മുഖമാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കടക്കം ഓർമ്മകളിൽ നിറയുക. കാരണം അവർക്ക് അത്രത്തോളം ആക്സസിബിളായ ഒരു ദേശീയ നേതാവ് ഉണ്ടായിരുന്നില്ല. കാരണം ചിരിക്കുന്ന മുഖവുമായി വിമർശനാത്മകമായ ചോദ്യങ്ങളോട് പോലും സഹിഷ്ണുതയോടെ ഉത്തരം പറയുന്ന ഒരു നേതാവ്, അത് ഒരു അപൂർവ കാഴ്ചയായിരുന്നു എന്ന് തന്നെ പറയണം. അത്തരത്തിൽ ഒരു നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ആക്സസിബിളായ ഒരു ലീഡറെ നഷ്ടമാകുന്നു. CPM-ന് ഇത്തരത്തോളം കൃത്യമായ വീക്ഷണമുള്ള, ആഴത്തിൽ വിഷയങ്ങളെ അപഗ്രഥിച്ച് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ശരിയായ ദിശയിലേക്ക് അതിനെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവിനെ അവർക്ക് നഷ്ടമായിരിക്കുന്നു. അങ്ങനെ സീതാറാം യെച്ചൂരി ഒരു ജ്വലിക്കുന്ന ഓർമ്മയായി മാറിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസ് ആശുപത്രിക്ക് പഠന ഗവേഷണ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകുന്നു. അങ്ങനെ തൻ്റെ മരണം കൊണ്ടുകൂടി ഒരു പാഠപുസ്തകം ആവുകയാണ് സീതാറാം യെച്ചൂരി. എൽദോ, ഒരു പഠന പുസ്തകമായി, ഒരു പഠനാധ്യായമായി നിലനിൽക്കും സീതാറാം യെച്ചൂരി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്ന ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാം വലിയ തോതിൽ അദ്ദേഹത്തിന് ഓർമ്മയിൽ നിലനിർത്തും. എല്ലാ കാലത്തും മരിക്കാത്ത ഓർമ്മയെ സീതാറാം യെച്ചൂരി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അമർ രഹേ എന്നും ഇല്ല മരിക്കുന്നില്ല എന്നുമൊക്കെ വിളിക്കുന്ന പ്രവർത്തകരുടെ വാക്കുകൾ അന്വർത്ഥമാകും വിധത്തിലായിരിക്കും സീതാറാം യെച്ചൂരിയുടെ ഇനിയുള്ള ഓർമ്മയുടെ ജീവിതം.